ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ സീസണിലെ വളരെ ബോൾഡും സ്ട്രോങ്ങുമായിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ബിന്നി. ഇന്ന് ബിന്നി ബിഗ് ബോസ് വീട്ടിൽ കരയുന്നുണ്ട്. അതിന് കാരണം ഇന്നത്തെ ടാസ്കിൽ അവരുടെ പ്രകടനം ഒരല്പം മോശമായിരുന്നു. അതേ തുടർന്ന് ശാരിക പറഞ്ഞു അത്രേ, അതായത് നന്നായിട്ട് കളിച്ചില്ല, താൻ ചൂസ് ചെയ്തത് അബദ്ധമായി പോയി എന്ന് ശാരിക പറഞ്ഞത് കേട്ടിട്ടാണ് ബിന്നി കരയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിന്നിയും ശരത്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ബിന്നി പുറത്ത് ആരും കാണാതെ മാറി നിന്ന് കരയായിരുന്നു. അവിടേക്ക് നമ്മുടെ അപ്പാനി ശരത്ത് എത്തുന്നു. ശരത്ത് വിളിച്ചെടുത്ത് നീ എന്തിനാണ് വെറുതെ കരയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ചായിരുന്നു, പക്ഷെ നമുക്ക് വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടിയില്ല. പക്ഷെ അത് നമ്മൾ നന്നായിട്ട് കളിച്ചില്ല, ചൂസ് ചെയ്തത് അബദ്ധമായി പോയി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. കാരണം ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അക്ബർ പറയാണ് ചേട്ടൻ നേരെ കളിച്ചില്ല, അല്ലെങ്കിൽ ചേട്ടനെ തെരഞ്ഞെടുത്ത് അബദ്ധമായെന്ന് തോന്നിയാൽ ചേട്ടന് വിഷമാവില്ലേ? ആ ഒരു വിഷമമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് കളിച്ചത്, പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഫീലായി എന്ന് ബിന്നി പറയുന്നുണ്ട്. നാളെയും ടാസ്ക് ഉണ്ടല്ലോ, നാളെ കളിച്ച് കയറിയാൽ മതി എന്ന് പറഞ്ഞ് ശരിക്കും ശരത്ത് ബിന്നിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ശരത്തിന് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. സീരിയസ്ലി നല്ല ക്വാളിറ്റീസ് ഒരുപാടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാറൊക്കെ ഉണ്ട് ശരത്ത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഈ മാസ് കാണിക്കാൻ ഓവറായിട്ട് ശ്രമിക്കുന്നതാണ്. ലിമിറ്റിനാണെങ്കിൽ അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്. ബിന്നിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരുപാട് ദൂരം സീസണിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.